നമ്മളെയൊക്കെ പട്ടം കളിപ്പിക്കുകയാണല്ലോ. സത്യത്തിൽ നമ്മൾ അവരുടെ പുറകെയല്ല, അവർ നമ്മളുടെ പുറകെയാണ് സാർ. ആ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ 3 പേരെയാണ് കണ്ടത്. അപ്പൊ ഈ സംഘത്തിൽ 4 പേരാണ് ഉള്ളത്, വീഡിയോ എടുത്തയാൾ ഉൾപ്പെടെ. അതെ സാർ, അവർ 4 പേരുണ്ട് ഈ സംഘത്തിൽ. ഹലോ മാഡം, ഞാൻ കോഫി ഷോപ്പിൽ നിന്നാ. പറയൂ. ഓട്ടോയിൽ കയറി പോകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആണോ? അപ്പൊ അവരുടെ മുഖം CCTV കാണാം മാഡം. ഓക്കെ, ഞാനിപ്പോ വരാം. സർ, ആ പർദ്ദയിട്ട സ്ത്രീയുടെ മുഖം CCTV കാണുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയാലോ? യെസ്, യു ക്യാരി ഓൺ. ശിവ, ജോയിൻ വിത്ത് ഹർ. ഇതൊന്ന് കോപ്പി ചെയ്തോളൂ. ആ ചെയ്യാം മാഡം. ഈ സ്ത്രീയുടെ മുഖം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കണ്ട. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് മാത്രം അയച്ചു കൊടുക്കുക. രഹസ്യമായി വേണം അന്വേഷണം നടത്താൻ. നമ്മൾ തിരിച്ചറിഞ്ഞു എന്നവർ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ അവർ ഈ സിറ്റി വിട്ട് തന്നെ പോയേക്കാം, അല്ലെങ്കിൽ അവരുടെ രൂപത്തിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം. ആ കോഫി ഷോപ്പുകാരനെ വിളിച്ചറിയിക്കണം സാർ. അയാൾക്ക് ഇത് ഏത് കേസാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല സർ. ഹലോ സർ. ഹലോ, കേസിന് ആസ്പദമായ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? കൊലയാളി സംഘത്തിൽപ്പെട്ടുവെന്ന് സംശയിക്കുന്ന ഒരാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് സർ. വെരി ഗുഡ്. കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയ പെൻഡ്രൈവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സ്ത്രീയുടെ മുഖം കാണുന്ന ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കേ, ഗ്രേറ്റ്. നെക്സ്റ്റ് മൂവ്മെന്റ്. ഇപ്പോ ഫോട്ടോ പരസ്യപ്പെടുന്നില്ല. പോലീസിന്റെ രഹസ്യമായ അന്വേഷണം ആദ്യം ആരംഭിക്കുകയാണ്. ഓക്കേ, എത്രയും വേഗം പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അറിയാം സർ. ഓക്കേ, ക്യാരി ഓൺ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. നമ്മളെ ആളുകൾക്കൊക്കെ ഈ ഫോട്ടോ അയച്ചു കൊടുക്കണം. ഓക്കെ സർ.
ഹലോ, മാഡം, ഞാൻ ആ പർദ്ദയിട്ട സ്ത്രീയെ കണ്ടു. എവിടെ വെച്ച്? ഞാനിവിടെ ഈ മൂലൻസില്. ആ സ്ത്രീയും ഇവിടെ ഉണ്ട്. അവളെ വാച്ച് ചെയ്യ, പുറത്തേക്ക് വിടരുത്. ഞാൻ ഉടനെ വരാം. ഓക്കെ മാഡം. നിക്കടി അവിടെ. അനങ്ങിപ്പോകരുത്. എന്നെ പിടിച്ചുകൊണ്ടായില്ല സാർ. കളി അറിയാതെ പിള്ളേർ പുറത്തു നിൽക്കും. ഇനി അവർ നോക്കും. കളി ജയിക്കാൻ അവർ മതി. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു.
ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയ കേസിലെ മുഖ്യ കണ്ണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന പർദ്ദയിട്ട സ്ത്രീ, അതെ, ട്രാൻസ്ജെൻഡർ രേവതി അറസ്റ്റിൽ. SP സതീഷ് മിശ്രയുടെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. കൊലയാളി സംഘത്തിനായി പോലീസ് വലവീശി കഴിഞ്ഞു.